കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന തേങ്ങാ മിഠായിയാണ് ഇന്നത്തെ റെസിപ്പി. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് സാധനങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. ഒരു തേങ്ങയുടെ പകുതി 1 കപ്പ് ശർക്കര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, 1/4 കപ്പ് അരിപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരകിയെടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ആയിരിക്കണം അരച്ചെടുക്കേണ്ടത്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് അരിച്ചെടുക്കാം. വീണ്ടും അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഈ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം.
നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ അത് കുറച്ചുകൂടി കട്ടിയാകും. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങാ മിഠായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.